ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഹോം മെയ്ഡ് നൂഡിൽസ് ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നൂഡിൽസാണ്. ടേസ്റ്റി നൂഡിൽസും ആൻഡ് ഹെൽത്തി നൂഡിൽസുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അതിന് മുമ്പേ വീഡിയോ ലാസ്റ്റ് വരെ കാണുകയും ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 1.5 കപ്പ് മൈദ മാവാണ്. അപ്പോൾ മൈദയോ ആട്ടാമാവോ ഗോതമ്പ് മാവോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഇപ്പം എന്തിനുണ്ട്, ഇപ്പോൾ മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് അത്രയും കട്ടി വേണ്ട, പക്ഷേ ലേശം ലൂസായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമ്മളത് വെക്കുകയും ചെയ്യണം. 5 മിനിറ്റ് വെച്ചതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പീച്ചുന്നത് ചെറിയ നമുക്ക് വലിയ ഇതിൽ ചെയ്യണോ ചെറുതിപ്പോൾ ഞാനിത് കുഴപ്പമില്ലാത്ത മീഡിയം ടൈപ്പ് അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ തേച്ച് വയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം മതി പീച്ചാൻ. അപ്പം ഞാനിപ്പോൾ വെള്ളത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടി. അതിന് ശേഷം ആവശ്യത്തിന് മാവ് ഇട്ടുകൊടുത്ത് പീച്ചെടുക്കുക. ഇതിപ്പോൾ പീച്ചുന്നത് ഞാൻ അതിൻ്റെ അകത്ത് എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് പീച്ച് കിട്ടാനാണ്, പക്ഷെ ടൈറ്റാവും, എന്നാലും കുഴപ്പമില്ല. മൈദ മാവായതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ചൂടായി നല്ലതുപോലെ തിളച്ചതിന് ശേഷമേ നമ്മൾ പീച്ചാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അത് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്കത് പീച്ച് കൊടുക്കാം. അത് ഫുള്ളും ഒന്ന് പീച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് വെള്ളത്തിലൊന്ന് പീച്ചെടുക്കുക. അപ്പോൾ ഫുള്ളും പീച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ആ മാവൊന്ന് ആ വെള്ളത്തിലൊന്ന് തിളക്കി വരുന്നത് വരെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മതി. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ തന്നെ പിടിക്കും. അതിന് ശേഷം നമുക്കിത് ഇതേപോലെ അരിപ്പ എടുത്തിട്ട് വെള്ളം ഊറ്റി മാറ്റി വെക്കണം. ഇത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് നേരെ പോകുന്നത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇടാനായിട്ടാണ്. തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് നമുക്കത് മാറ്റി വയ്ക്കാം. വെള്ളം തോരാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം പീച്ചുന്നത് ഇപ്പോൾ 2 വട്ടം എനിക്ക് പീച്ചേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ വട്ടം പീച്ചുന്നതാണ്, മറ്റേത് ഞാൻ കാണിക്കുന്നില്ല അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഇത് ഫുള്ളും ഇതേപോലെ ചെയ്ത് പിന്നെ ഇതേപോലെ വെള്ളത്തിലോട്ടിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് എടുക്കുക. തണുത്ത വെള്ളം ആയതുകൊണ്ട് നമുക്ക് പിന്നെ ചൂട് മാറാൻ വേണ്ടിയുള്ള ഇത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയാവും. അതിനുശേഷം നമ്മൾ വെള്ളം തോരാൻ വേണ്ടി മാറ്റി വയ്ക്കുക. വെള്ളം തോർന്നിട്ട് വേണം നമ്മൾ അടുത്ത ഇതിലോട്ട് ചെയ്യാൻ വീഴുമ്പം വെള്ളം പാടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം തോരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെക്കുക. അതേപോലെ എല്ലാം ചെയ്ത് ഇതിപ്പോൾ 2 വട്ടം ചെയ്തത് ഇതേപോലെ ഞാൻ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് ഇതേപോലെ ഊറ്റി വയ്ക്കുക. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് പിന്നെ കറക്റ്റ് ആ പരുവം കിട്ടും. ഇപ്പം തന്നെ ഇപ്പോൾ ഞാനത് കാണിച്ചിരുന്നുണ്ട്, കണ്ട ഈ ഒരു പരുവം തന്നെ കറക്റ്റായിട്ട് ഉണ്ട് ഈ നൂഡിൽസ്. ഇതിപ്പോൾ വിട്ട് വരും, നമ്മൾ ഇങ്ങനെ ഇനി ചെയ്താലും ഇതാവത്തില്ല, ഈ ഒരു ടൈപ്പിൽ നിൽക്കും. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പം മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാള എടുത്തിരിക്കുകയാണ്, ഒരു സവാളയാണ്. ഇതിൽ വേറെ ഒന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, വെജിറ്റബിൾസ് മാത്രമായിട്ട് ചേർക്കുകയാണ്. അപ്പോൾ സവാള ഞാനെടുത്ത് ഇനിയിപ്പോൾ ക്യാരറ്റ്. ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ കിട്ടത്തില്ലേ നേരെ കണ്ടോ ഇതേപോലെ കട്ടി കുറച്ച് രീതിയില്ലേ, അപ്പോൾ ആ രീതിയിൽ ഒന്ന് അരിയുക. പിന്നെ ക്യാപ്സിക്കം ഒരെണ്ണം ഫുള്ളും എടുത്തിട്ടുണ്ട്, അതും ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. അങ്ങനെ ഒരു 4 ടൈപ്പ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് പല ഇതിന് ചേർക്കാം. ചിക്കൻ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ, ചിക്കൻ ചേർക്കുന്നില്ല. പിന്നെ ആവശ്യമില്ലാതെ ഞാൻ പിന്നെ സോയാ സോസോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 5 സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് മിക്സ് ആയതിന് ശേഷം കൂടുതലൊന്ന് ഇതാക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് എണ്ണയിലൊന്ന് ഇതായി വരുന്ന ടൈം ഇട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്.
ഒന്നായിട്ട് ഇടുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ക്യൂബ്സ് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് വീട്ടിലുള്ള ഐറ്റം വെച്ച് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ള രീതി വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് 2 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുക. ഇനി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന 1 സ്പൂണോളം പെരുംജീരകപ്പൊടി എടുത്ത് ഒന്ന് മിക്സ് ആക്കുക. ഇനി 1 സ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ ഇടുന്നവർക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ചിക്കനോ അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പം മുട്ടയാണ് ചേർത്ത്. ഇപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം ഈ പൊടിയൊക്കെ ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷമേ ഞാൻ മുട്ട ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മുട്ട എടുത്ത് നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് മുട്ട ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇതാക്കിയിട്ട്, ഇനി മെയിനായിട്ട് നമ്മൾ ഈ നൂഡിൽസ്, ഇപ്പോൾ ഇത് വെള്ളമൊക്കെ തോന്നി ഇതാക്കിയിരിക്കുകയാണ്. ഇനി ഈ നൂഡിൽസ് അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ തീ കുറച്ചിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. തീ കുറച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉപ്പ് പൊതുവെ ഇച്ചിരി കുറവുണ്ട്. പിന്നെ ഞാൻ ഇതാ ചെയ്യുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്ന ഫോർക്ക് ഉപയോഗിച്ചാണ്. അല്ലാതെ ഫോർക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്ന അത് വെച്ച് കരണ്ടി വെച്ച് ഉപയോഗിച്ചാലും മതി. ഇതിപ്പോൾ ഞാനിതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഫോർക്ക് ഉപയോഗിച്ച് കാണിക്കുന്നതാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ചിക്കനോ പിന്നെ അതല്ലാതെ ചിക്കൻ്റെ ക്യൂബോ അതൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഞാൻ നമ്മളെ വീട്ടിലുള്ളതും മലക്കറിയൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്യുകയാണ്. പിന്നെ ലാസ്റ്റ് ഒന്ന് ഇച്ചിരി കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് നമ്മൾ കുട്ടികൾ വരുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനാണ്. നല്ലതുപോലെ ഒന്ന് പിന്നെ ഉപ്പ് നോക്കുക, പിന്നെ ഉപ്പ് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.